നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. നഹൂമിന്റെ പ്രവചനം 3-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു. കവർച്ച വിട്ടുപോകുന്നതുമില്ല. ചമ്മട്ടിയുടെ ഒച്ച, ചക്രങ്ങൾ കിരികിരിക്കുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ, കുതിര കയറുന്ന കുതിരച്ചേവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം, അനേക നിഹതന്മാർ, അനവധി ശവങ്ങൾ, പിണങ്ങൾക്ക് കണക്കില്ല. അവർ പിണങ്ങൾ തടഞ്ഞ് വീഴുന്നു. പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ ഭവിച്ചത്. ഞാൻ നിന്റെ നേരെ വരും, ഞാൻ നിന്റെ വസ്ത്രാഗ്രങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി, ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണയവും കാണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ അമേധ്യം നിന്റെ മേൽ എറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്ന വിഷയവുമാക്കും. അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ വിട്ട് ഓടി നിനവേ ശൂന്യമായി കിടക്കുന്നു. ആർ അവളോട് സഹതാപം കാണിക്കും? ഞാൻ എവിടെ നിന്ന് നിനക്ക് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു എന്ന് പറയും. നദികളുടെ ഇടയിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളമുള്ളതും സമുദ്രം വാടയും സമുദ്രം മതിലും ആയിരിക്കുന്നതുമായ നോ അമ്മോനേക്കാൾ നീ ഉത്തമയാകുന്നുവോ? കൂശും മിസ്രയീമും അവളുടെ ബലമായിരുന്നു, അത് സീമയില്ലാത്തതായിരുന്നു. പൂത്യരും ലൂബ്യരും നിന്റെ സഹായകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അവൾ ബദ്ധയായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവളുടെ പൈതങ്ങളെ അവർ സകല വീഥികളുടെയും തലക്കൽ വെച്ച് തകർത്ത് കളഞ്ഞു. അവളുടെ മാന്യന്മാർക്ക് അവർ ചീട്ടിട്ടു. അവളുടെ സകല മഹാന്മാരെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചു കളഞ്ഞു. അങ്ങനെ നീയും ലഹരി പിടിച്ച് ബോധം കെട്ട് വീഴും. നീയും ശത്രുനിമിത്തം ഒരു അഭയസ്ഥാനം അന്വേഷിക്കും. നിന്റെ കോട്ടകളൊക്കെയും തലപ്പഴത്തോടു കൂടിയ അത്തിവൃക്ഷങ്ങൾ പോലെയാകും. കുലുക്കിയാൽ അവ തിന്നുന്നവന്റെ വായിൽ തന്നെ വീഴും. നിന്റെ ജനം നിന്റെ നടുവിൽ പെണ്ണുങ്ങൾ ആകുന്നു. നിന്റെ ദേശത്തിന്റെ വാതിലുകൾ നിന്റെ ശത്രുക്കൾക്ക് വിസ്താരമായി തുറന്നു കിടക്കുന്നു. നിന്റെ ഓടാമ്പലുകൾ തീക്ക് ഇരയായി തീർന്നിരിക്കുന്നു. നിരോധനത്തിനു വേണ്ടി വെള്ളം കോരിക്കൊള്ളുക. നിന്റെ കൊത്തളങ്ങളെ ഉറപ്പിക്ക. ചെളിയിൽ ചെന്ന് കളിമണ്ണ് ചവിട്ടുക. ഇഷ്ടിക അച്ച് പിടിക്ക. അവിടെ തീ നിന്നെ ദഹിപ്പിച്ചു കളയും. വാൾ നിന്നെ ഛേദിച്ച് വിട്ടിൽ എന്ന പോലെ നിന്നെ തിന്നുകളയും. വിട്ടിൽ എന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക. വെട്ടിക്കിളി എന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക. നിന്റെ വർത്തകന്മാർ ആരെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വർദ്ധിപ്പിച്ചുവല്ലോ. വിട്ടിൽ പടം കഴിച്ച് പറന്നു പോകുന്നു. നിന്റെ പ്രഭുക്കന്മാർ വെട്ടുക്കിളികൾ പോലെയും നിന്റെ സേനാധിപതിമാർ ശീതമുള്ള ദിവസത്തിൽ മതിലുകളിന്മേൽ പറ്റുന്ന വിട്ടിൽ കൂട്ടം പോലെയും ആകുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ പറന്നു പോകുന്നു. അവ ചെന്നിരിക്കുന്ന സ്ഥലം ആരും അറിയുന്നില്ല. അശൂർ രാജാവേ, നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു. നിന്റെ കുലീനന്മാർ വിശ്രമിച്ചു കിടക്കുന്നു. നിന്റെ ജനം പർവ്വതങ്ങളിൽ ചെതറിയിരിക്കുന്നു. അവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമില്ല. നിന്റെ കേടിന് ഉപശാന്തിയില്ല. നിന്റെ മുറിവ് വിഷമമാകുന്നു. നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും നിന്നെക്കുറിച്ച് കൈകൊട്ടും. ആരുടെ മേലാകുന്നു നിന്റെ ദുഷ്ടത ഇടവിടാതെ കവിഞ്ഞ് വരാതിരിക്കുന്നത്? പ്രവാസികളായ ഇസ്രയേലിനെ കരുണകൂടാതെ ഉപദ്രവിക്കുകയും പല രാജ്യങ്ങളെയും കവർച്ച ചെയ്യുകയും ചെയ്ത അശൂരിന്റെ മേലുള്ള ന്യായവിധിയാണ് 3-ാം അധ്യായം. അശൂരിന്റെ തലസ്ഥാനമാണല്ലോ നിനവേ.
പാപം പെരുകുന്ന രാജ്യങ്ങളെയും ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ജനപദങ്ങളെയും ദൈവം ന്യായം വിധിക്കും. മ്ലേച്ഛത ചെയ്ത സോദോം ഗോമോര പട്ടണങ്ങൾ അതിന് തെളിവാണ്. യേശുവിനെ തള്ളിക്കളഞ്ഞ യെരുശലേം പട്ടണം മറ്റൊരു തെളിവാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടും മാനസാന്തരപ്പെടാതിരുന്ന കപർന്നവും, കോരസീൻ, ബത്സൈദ തുടങ്ങിയ പട്ടണങ്ങൾക്കെതിരെ യേശു ശാപവാക്കുകൾ പറഞ്ഞിരുന്നല്ലോ. കവർച്ചാ മുതലുകൾ കൊണ്ട് നിനവെ തലസ്ഥാന നഗരിയാക്കിയ അശൂരിനെ ദൈവം തകർത്ത് തരിപ്പണമാക്കും. അവരുടെ സ്ത്രീകളോടും കുട്ടികളോടും ദൈവം കരുണ കാണിക്കുകയില്ല എന്നായിരുന്നു ദൈവം പറഞ്ഞത്. കുതിരപ്പടയും കാലാൾപ്പടയും വന്ന് കൂട്ടസംഹാരം നടത്തുന്നതിനാൽ പട്ടണം ശവങ്ങളെ കൊണ്ട് നിറയും, ദുർഗന്ധം കൊണ്ട് നിറയും. രക്തപാതകത്തെ സ്നേഹിച്ചവരുടെ പട്ടണം രക്തം കൊണ്ട് നിറയും. അശൂര്യർ വിഗ്രഹാരാധികളും വ്യഭിചാരികളുമായിരുന്നു. ദൈവ മനസാക്ഷിയിലൂടെ നൽകിയ പ്രമാണങ്ങളെ അവർ നിരസിച്ചു. അശൂരിന് പൂത്യരും ലൂപ്യരും സഹായികളായിരുന്നെങ്കിലും ആ രാജ്യങ്ങളൊന്നും അവരെ തുണയ്ക്കാൻ എത്തിയില്ല. വെട്ടുക്കിളികളെ പോലെ ശത്രു സൈന്യം വന്ന് അശൂരിനെ നശിപ്പിച്ച് പ്രഭുക്കളെ ചീട്ടിട്ട് ചങ്ങലകളാൽ ബന്ധിച്ച് കൊണ്ടുപോവുകയും ബാക്കി പേരെ കഷ്ണം കഷ്ണമായി മുറിക്കുകയും ചെയ്തു. അതിനുള്ള കാലം അടുത്തു എന്നാണ് നാഹൂം പ്രവചിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവം ആരിൽ പാപം കണ്ടാലും ശിക്ഷിക്കും. അത് രക്ഷിക്കപ്പെട്ടവരിൽ കണ്ടാലും ശിക്ഷിക്കും, രക്ഷിക്കപ്പെടാത്തവരെ കണ്ടാലും ശിക്ഷിക്കും. ന്യായപ്രമാണമുള്ള യഹൂദരിൽ പാപം കണ്ടാൽ ശിക്ഷിക്കും, യഹൂദേതരരിൽ പാപം കണ്ടാലും ശിക്ഷിക്കും. കാരണം യഹൂദന്മാർക്ക് ന്യായപ്രമാണമുണ്ട്, പുറജാതികൾക്ക് മനസാക്ഷിയിൽ അതേ പ്രമാണം ദൈവം നൽകിയിട്ടുണ്ട്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, വിഗ്രഹാരാധന ചെയ്യരുത് എന്നൊക്കെയുള്ള ആ പ്രമാണം ദൈവം അവരുടെ മനസാക്ഷി നൽകിയിട്ടുണ്ട്. അതിലുപരി സുവിശേഷം വിശ്വസിച്ച രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം വളരെ വ്യക്തമായ പ്രമാണങ്ങൾ യേശുവിലൂടെ അപ്പോസ്തലന്മാരിലൂടെ നൽകിയിട്ടുണ്ട്. അതിന് കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെ പിശാചിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരെ ന്യായം വിധിക്കുക എന്നുള്ളത് തികച്ചും ന്യായമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ ഭയത്തോടുകൂടെ ദൈവസേവ ചെയ്യുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.